നോക്കൂ, ഈ പ്രമോഷൻ സമയത്തും അതുപോലെ തന്നെ ചില വീഡിയോകളൊക്കെ കാണുന്ന സമയത്ത് വിസ്മയ മോഹൻലാലിന് ഒരുപാട് ആളുകൾ പല നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഈ സിനിമ പോയി കാണണം. കാരണം എന്താ വെച്ചാൽ അന്ന് ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ടവരൊക്കെയാണ് ശരിക്കും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണേണ്ടത്. അപ്പോൾ വിസ്മയ മോഹൻലാൽ എന്താണ് എന്നുള്ളത് നമുക്ക് ആ സ്ക്രീനിൽ ഇങ്ങനെ കാണാം. നോക്കൂ, ഇമോഷണലി ആയാലും അല്ലെങ്കിൽ എന്താ പറയുക, മറ്റ് ഈ സംഘടന രംഗങ്ങളൊക്കെ വരുമ്പോൾ ഉള്ള ഈ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു അഭിനയം ഉണ്ടല്ലോ, ഒരു തുടക്കക്കാരിയാണ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നില്ല. അത്രയും നല്ല രീതിയിൽ വിസ്മയ മോഹൻലാൽ ഈ സിനിമയിൽ തകർത്താടിയിട്ടുണ്ട് എന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. പെൺപിള്ളേർക്ക് സഹിക്കാൻ മാത്രമല്ല തിരിച്ചടിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന പ്രമേയത്തിലാണ് ആ ചിത്രത്തിൻ്റെ ഒരു ഒഴുക്ക്. ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ചിട്ടയായ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമ. തുടക്കം എന്ന് പറഞ്ഞ സിനിമ ഇന്ന് തിയേറ്ററിൽ പോയിട്ട് കണ്ടു. എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ മകള്, അതേപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, അതിലെല്ലാം ഉപരി ജൂഡിന്റെ സംവിധാനത്തിൽ ഒരു സിനിമ. എന്തെങ്കിലും ഒരു മാജിക് എപ്പോഴും ജൂഡ് ഉണ്ടാക്കാറുണ്ട്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. ചിത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ തുടക്കം, അതായത് ആദ്യ പകുതിയിലൊക്കെ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ്, അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ, എന്താ പറയുക, ആ ഭാവങ്ങളിലൂടെയാണ് ആ ചിത്രത്തിന്റെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ എത്തുന്ന സമയത്ത് തുടക്കത്തിലും വിസ്മയ മോഹൻലാൽ ഉണ്ടെങ്കിൽ തന്നെ രണ്ടാം പകുതിയിലേക്ക് ആദ്യം ആശിഷാണ് കൊണ്ടുപോകുന്നതെങ്കിൽ രണ്ടാം പകുതിയിൽ കംപ്ലീറ്റ് നിറഞ്ഞ കയ്യടി, എന്താ പറയുക, ആളുകളുടെ ഒരു കയ്യടിയൊക്കെ തിയേറ്ററിൽ കേൾക്കുന്നത് നമ്മളുടെ വിസ്മയ മോഹൻലാലിൻ്റെ ഓരോ പ്രകടനങ്ങളിൽ നിന്നാണ്. നമുക്ക് വൈകാരികപരമായിട്ടും ആക്ഷൻ പരമായിട്ടും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ അതിനപ്പുറമായിട്ട് വിസ്മയ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഈ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജൂഡാൻ്റണിയുടെ ഒരു ഇതുണ്ട്, ഒരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സിനിമ എന്ന മാജിക്കിലേക്ക് ആകർഷിപ്പിച്ച അഭിനയ മാന്ത്രികന് എൻ്റെ ലാലേട്ടന് ഈ എളിയ ആരാധകന്റെ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ ജൂഡയിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ആ ഗുരുദക്ഷിണ എന്തായാലും പാഴായില്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായ രീതിയിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ, മ്യൂസിക് ആണെങ്കിൽ ജെയ്ക്സിൻ്റെ മ്യൂസിക്, എല്ലാം കൊണ്ടും ചിത്രം വാച്ചബിളാണ്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ പോയിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എന്തായാലും 2026 ഓണച്ചിത്രങ്ങളുടെ തുടക്കം ഒട്ടും മോശമായില്ല എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓണച്ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ദയവായി നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, കൂടെ ഉണ്ടാവണം. ബൈ.